നാളെ പറയാം. സ്വരം കേട്ടില്ലല്ലോ. പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജി ഷായൻ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ബിറ്റുറോയി, പ്രവർത്തകരെ മികച്ച കർഷകരായിട്ട് തെരഞ്ഞെടുപ്പിക്കുന്ന മട്ടപ്പള്ളി മിച്ചം മടക്കേണം, ഏറ്റവും സ്നേഹമുള്ള കടലിന്റെ മക്കൾക്ക് അവകാശം എന്ന ഭേദഗതിക്ക് വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്തിയ നേതാവാണ് പ്രിയപ്പെട്ട ജോസ് കമാൽ സാറ്. നമുക്കറിയാം, കർഷക പെൻഷൻ ഉൾപ്പെടെ കർഷകരുടെ ഒട്ടവകാശ നിയമങ്ങൾ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ശബ്ദിക്കുമ്പോഴും ഇന്നലെ നമ്മുടെ പാർട്ടിയുടെ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ട നമ്മുടെ ഭൂനികുതി വർധനവ് പിൻവലിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി. അതുപോലെ ഭരണത്തിലിരുന്നാലും നമുക്കറിയാം, മാനിസാർ ഉണ്ടായിരുന്നപ്പോൾ കാലം മുതൽ ഭരണത്തിലിരുന്നാലും നമ്മൾ കർഷകർക്കെതിരായി വരുന്ന ഏത് നിയമത്തെയും നമ്മൾ എതിർക്കുന്ന സ്വഭാവം നമുക്കുണ്ട്. അതുപോലെ ഇന്നലെ നമ്മുടെ പ്രതിനിധി സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടതാണ് റബ്ബറിന് 250 രൂപ തറവില പ്രഖ്യാപിക്കണമെന്നുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ജോണി മരഞ്ചിക്കൽ അവതരിപ്പിച്ച പ്രമേയം, അതുപോലെ ശ്രീ മഹേഷ് അവതരിപ്പിച്ച പ്രമേയം, വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള നിയമം ഭേദഗതി ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ എലിക്കുളം പഞ്ചായത്തിന്റെ സമഗ്ര വികസനം, അത് സംബന്ധിച്ച് ശ്രീ ജോമിസ് തക്കേൽ അവതരിപ്പിച്ച പ്രമേയം, നമുക്കറിയാം, നമ്മുടെ പയ്യ ഗവൺമെന്റ് ആശുപത്രി പ്രിയപ്പെട്ട മാനിസാറ് 20 കോടി രൂപ അനുവദിച്ചുകൊണ്ട് വലിയ ആശുപത്രിയായിട്ട് മാറ്റുകയുണ്ടായി. പക്ഷെ ഇന്ന് ഈ നമ്മുടെ ആശുപത്രിയിലെ ക്രെഡിറ്റ് അത് നമ്മൾ ഇന്നത്തെ പ്രതിനിധി സമ്മേളനത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി.
അങ്ങനെയുള്ള കാര്യങ്ങൾ പഞ്ചായത്തിന്റെ വികസന രേഖ നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം, നാളുകളിൽ കേരള കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചാലും നമുക്ക് നല്ല നിലയിൽ നമുക്ക് മെമ്പർമാരുണ്ടാകും. അതിനുള്ള പ്രവർത്തനത്തിന്റെ തുടക്കമാണ് ഇന്ന് നമ്മുടെ ഈ മഹാസമ്മേളനം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് നമ്മൾ ഈ സമ്മേളനത്തിലേക്ക് നമ്മൾ പോയത്. ഈ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം അല്ലെങ്കിൽ പാർട്ടി ചെയർമാന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ പാർട്ടി ആദരിക്കുന്നത്. നമുക്കറിയാം, ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കുവാൻ അവരൊത്തിരി അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ പാലാ നിയോജകമണ്ഡലത്തില് ആദ്യത്തെ പ്രവർത്തക പാലാ നിയോജകമണ്ഡലത്തിലും കേരള സംസ്ഥാനത്തും കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രസക്തിയും കേരള കോൺഗ്രസ് പാർട്ടിയുടെ വലിയ ചെയർമാന്റെ കാഴ്ചപ്പാടനുസരിച്ച് 30 ആകുമ്പോഴത്തേനും നമ്മുടെ കേരള കോൺഗ്രസ് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. പാട്ടിച്ചേർമാൻ പറഞ്ഞു എല്ലാവർക്കും ഒരുമിച്ച് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നു നമ്മുടെ പഞ്ചായത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ പോലും ഓരോ നിമിഷവും കൃത്യമായിട്ട് അന്വേഷിക്കുന്ന ഈ പാർട്ടിയുടെ എല്ലാ അംഗങ്ങളെയും വ്യക്തിപരമായ രീതിയിൽ എനിക്ക് തോന്നുന്നു ഇരിക്കുളത്തേക്ക് എല്ലാ പ്രവർത്തകരെയും വ്യക്തിപരമായ രീതിയിൽ കൃത്യം അറിയാം. അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്നോട് ചോദിക്കും, ഇന്നയാള് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഓരോ പൾസും നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ പൾസും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. നമ്മുടെ കേരള കോൺഗ്രസ് പാർട്ടിയെ ധീരമായി നയിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രിയങ്കനായ ചെയർമാൻ പ്രിയപ്പെട്ട ജോസ് കെ മാണി സാറിനെ നിങ്ങളുടെ എല്ലാവരും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, കൂടെ പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവരും പറഞ്ഞു ചോദിച്ചാൽ കൃത്യം എല്ലാവരും വിളിക്കും, മുഴുവൻ പേരെയും വിളിച്ചുകൊണ്ട്. എനിക്കൊരു വിളിച്ച് കിട്ടിയില്ലാത്ത ഒരു ആൾക്കാരുടെ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരെയും വിളിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വിളിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നു. അത് കൃത്യമായിട്ട് എല്ലാവരെയും വിളികളിൽ മുഴുവൻ പേര്. ഇനിയും നമുക്ക് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് വരാത്ത ആൾക്കാരുടെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. ആ വരാത്തവർക്കൊക്കെ പല പല അസുഖങ്ങളാണ്. വീട്ടിലെ പ്രശ്നങ്ങളാണ്. ഒരു വാർഡ് പ്രസിഡന്റ് പണിയായിട്ട് ആശുപത്രിയിലാണ്. അപ്പൊ അങ്ങനെ ഉള്ള കുറെ പേര് വരാത്തുള്ളൂ. ഞാൻ പേരിന്റെ യോഗത്തിലേക്ക് സാധനം ഇവിടെ സാറ് പറഞ്ഞതനുസരിച്ച് നമ്മുടെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഹോസ്പിറ്റൽ ഒട്ടക്കാട് ആദ്യമൊക്കെ ഹോസ്പിറ്റൽ ഒട്ടക്കാട് സ്ഥലം ഈ മടി പിടിച്ചാലും കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഹോസ്പിറ്റൽ ഒരു ശക്തിയാണ്. കാരണം രാവിലെ 6 മണി വിളിച്ച് ഏൽപ്പിക്കും, അങ്ങോട്ട് പോകും, അവിടെ വീട് കയറാൻ പോകണം. പുള്ളിയോട്ട് എനിക്ക് നമുക്ക് കേട്ടോട്ട് അതൊന്നും വേണ്ട. ഈ പതിനം എന്ന് മാത്രമേ പറഞ്ഞാൽ മതി. കാര്യം അറിയാതെ പറയണം. ഹോസ്പിറ്റലിൽ ഞങ്ങൾ നമ്മുടെ പഞ്ചായത്തിന്റെ നമ്മുടെ അവരുടെ എല്ലാം പേര് വായിക്കുന്നില്ല. കാരണം അവരെ എല്ലാം സമ്മേളനത്തിൽ ആദരിക്കുമ്പോൾ അവരെയൊക്കെ പേര് പറയും. അതുകൊണ്ട് അവരുടെ പേര് പറയുന്നില്ല. ഈ സമ്മേളനത്തിൽ ആദരിക്കപ്പെടുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ മുൻകാല നേതാക്കന്മാരെ എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ജിൻഡു അടപ്പാടി, പ്രിയപ്പെട്ട ജോസ് കുന്നപ്പള്ളി, ശ്രീ ജോർജ് കാഞ്ഞമല, ശ്രീ പ്രതീക്ഷ പെട്ടകത്ത് എല്ലാ സൗകര്യങ്ങളും നമുക്ക് എഴുതിയിരിക്കണം. ഇല്ല, ഇവിടെ എടുക്കുന്നില്ല. കാരണം ലൈസൻസിന്റെ ബോർഡ് മെമ്പറൂടെയാണ് ഇവിടെ ഒരു കസ്റ്റഡിയിട്ട് കൊടുത്തില്ല. അപ്പൊ മേളത്തില് പ്രസിഡന്റായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന, അതുകൊണ്ട് ഒരിക്കൽ കൂടി വെട്ടുപോയി അതുപോലെ വന്നിരിക്കുന്ന മനിതകളുടെ പാർട്ടിയുടെ പ്രിയങ്കരായ ചെയർമാൻ, നേതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നോക്കുക. പാർട്ടിയുടെ നിയോജകമണ്ഡല കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം എരിക്കുളം മണ്ഡല സമ്മേളനം ആദ്യം നടക്കണം എന്ന് പാർട്ടി ചെയർമാൻ പറയുകയുണ്ടായി. അത് ഒരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തുള്ളൂ. നമുക്കറിയാം, വലിയ ചൂടുള്ള സമയമാണ്. ആ സമയത്ത് ഒരു കാര്യം കൂടി ഈ യോഗത്തിലുണ്ട്. നമുക്കറിയാം, നമ്മൾ എരിക്കുളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നാമത്തെ കക്ഷിയായി നിൽക്കുക. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നമുക്കറിയാം പരാജയപ്പെട്ടുവെങ്കിലും നമ്മുടെ ഭരണത്തിന്റെ ഭാഗമായി നമ്മുടെ പ്രിയപ്പെട്ട ലിമിറ്റ് നേതൃത്വത്തോടെ എന്നതിന്റെ ഭരണ തലത്തിൽ നിൽക്കുകയാണ്.
എല്ലാ മേഖലയിലും നമുക്ക് മികച്ച കർഷകനായ പ്രിയപ്പെട്ട തോമസ് കുട്ടി അദ്ദേഹത്തെ ശ്രീ ജിമ്മിച്ചൻ വടക്കേടത്തിനെ ജോസ് കെ മാണി സാറ് പൊന്നാട എണീച്ച് ആദരിക്കുന്നു. പൊന്നാട എണീച്ച് മാത്തിച്ചേട്ടൻ ജോസ് കെ മാണി സാറിനെ പൊന്നാട അണിയിക്കുന്നു ആദ്യം. അതിനുശേഷം മാത്തിച്ചേട്ടനെ ജോസ് കെ മാണി സാറ് പൊന്നാട അണിയിക്കുന്നതാണ്. അല്ല, ജോണി ചേട്ടന്റെ പകുതി വർക്കൊന്നും ജിമ്മിച്ചിട്ടില്ല, അത് വേറെ കാര്യമാണ് എന്ന് പറയും. എല്ലാവരും പേര് ലോകത്തേക്ക് സാധിക്കുന്നു. അതുപോലെ നമ്മുടെ ജോസ് കളരിക്കൽ, നമ്മുടെ സച്ചിന്റെ ഫാദറാണ് ശ്രീ ജോസ് കളരിക്കൽ, നമ്മുടെ ആദ്യകാല നേതാവാണ്. ജോസ് എടപ്പാടിയെ നിങ്ങളെല്ലാം പേര് ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രീ ജേക്കബ് നെല്ലിക്കുന്നൽ നമ്മുടെ മണ്ഡലം വൈസ് പ്രസിഡന്റാണ്. ജേക്കബ് ചേട്ടന് ക്ഷീണമാക്കാന്ന് പറഞ്ഞിരിക്കും. എന്തായാലും നമ്മൾ പറയും പറഞ്ഞെന്ന് പറയുമ്പോൾ ജേക്കബ് ചേട്ടൻ വരുന്നുണ്ട്. ജേക്കബ് ചേട്ടനൊക്കെ സ്പീഡിലിങ് പോലെ. അതുപോലെ നമ്മുടെ തോമസ് പുറവടിയിൽ തോമസ് ചേട്ടൻ വന്നിട്ടുണ്ടോ? അതുപോലെ KC ചാണ്ടി കളരിക്കൽ, നമ്മുടെ ജോബിന്റെ ഫാദർ വന്നിട്ടുണ്ടോ? പാർട്ടിക്കാരുടെ മുമ്പ് എല്ലാവരുടെ പേരിൽ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ട വിദൂരിമണി അമ്മയെ അമ്മയെ വിളിച്ചായിരുന്നു. അടുത്ത ബേബി മുതിരക്കാലിൽ ഉണ്ടോ? രഞ്ജിത്തിന്റെ ഫാദർ ഉണ്ടോ? അടുത്ത നമ്മുടെ അലക്സാണ്ടർ കുളങ്ങരമുറിയിൽ, നമ്മുടെ തച്ചപ്പുഴ വാർഡിൽ നിന്നും താമസം മാറ്റി ഇപ്പോൾ നമ്മുടെ 1-ാം വാർഡിൽ താമസിക്കുന്നതാണ്. നമ്മുടെ മുൻകാല ആണ്. അതുപോലെ നമ്മുടെ മോഹൻ സാർ ചക്കാലിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വാർഡ് വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരനായിരുന്നു. ഇപ്പൊ സജീവമായിട്ട് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനത്തിനൊക്കെ വരുന്ന മോഹൻ സാറിനെ ചെയ്യുന്നു. അതുപോലെ ഭവാനി മുല്ലമലയിൽ, അതുപോലെ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ബിജു അയലിക്കുന്നേൽ നമുക്കറിയാം, നമ്മുടെ മണ്ഡലം ഓഫീസർ സെക്രട്ടറി ആയിരുന്നു. പാർട്ടിക്ക് വേണ്ടി എന്നും നിലകൊള്ളുന്ന 1964 ആളാണ് പ്രിയപ്പെട്ട തോമാച്ചേട്ടന്. അതുപോലെ തോമാച്ചേട്ടനെ എല്ലാവരും വേണ്ടി സ്വാഗതം ചെയ്തു. അപ്പോൾ TJ ജോൺ തെക്കേ കുടുംബക്കാരെല്ലാം നമ്മുടെ കേരള കോൺഗ്രസിനോട് അഭേദ്യമായ ബന്ധമുള്ള ആളാണ്. ഈയിടെ ജോൺ ചേട്ടന്റെ ഭാര്യ ചേച്ചി പറഞ്ഞു എന്നോട് ആദരിക്കേണ്ടതെന്ന് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞ അടുത്ത പ്രാവശ്യം ആദരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജോസ് കുന്നത്തപുരം സാറ് ബാങ്കിന്റെ ആളായിരുന്നു, ബാങ്കിന്റെ മാനേജറായിരുന്നു. അദ്ദേഹത്തെ എല്ലാവരും പേര് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ദേവസ്യാറ്റം പഞ്ചിക്കൽ ആണ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കൊട്ടി KJ മാത്യു കൊട്ടി വന്നിട്ടുണ്ടോ? കൊട്ടി മത്തച്ചേട്ടൻ വന്നിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ബോർഡ് മെമ്പറുമാണ് ശശിചേട്ടനെ നിങ്ങളുടെ എല്ലാവരും പേര് ഓട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ചാമ്മ കുന്നപ്പള്ളിയിൽ വന്നിട്ടുണ്ടോ? ഇല്ലേ, കുഴപ്പമില്ല. നമ്മുടെ വാർഡ് പ്രസിഡന്റ് നമ്മുടെ ജോസിയേട്ടന്റെ അമ്മയാണ്. ജോസിയേട്ടന്റെ അമ്മയെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ TS ജോസഫ് തെക്കേക്കുറ്റ് എത്തിയിട്ടുണ്ടോ? മാത്യു ജോസഫ് മാളിയേക്കൽ, മാത്യേട്ടൻജി റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്ന ആള്. തോമസ് പതിപ്പള്ളി കുഞ്ഞേട്ടൻ, അവിടെ വിൽസൺ പതിപ്പള്ളിയുടെ ടെലിവിഷന്റെ ഒക്കെ പാപ്പനാണ്. ജോസഫ് ചുഴുകുന്നേൽ ചേട്ടൻ വന്നിട്ടുണ്ടോ? ചാക്കോച്ചൻ മുത്തോലി, ചാക്കോച്ചേട്ടൻ വന്നി. അപ്പൻചേട്ടൻ ഇതാ വരുന്നുണ്ട്. അപ്പൻചേട്ടനെ സ്വാഗതം ചെയ്തു. അതുപോലെ അപ്പച്ചൻ കടുവാതൂക്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യകാല മണ്ഡലം കമ്മിറ്റി മെമ്പറാണ്. അപ്പച്ചൻ കടുവാതൂക്കിനെ സ്വാഗതം ചെയ്യുന്നു. ജേക്കബ് ചെറുകടൂര്, നമ്മുടെ എല്ലാം പ്രിയനായ കുര്യാച്ചൻ ചീരാങ്കുഴി അപ്പനാച്ചേട്ടനെ മാണിപ്പിടിക്കല്. അപ്പൻചേട്ടന്റെ മടിയൊക്കെ ഉണ്ട്. അപ്പൻചേട്ടനെ സഹായിച്ചേ. അതുപോലെ തോമസ് ലൂക്ക തോക്കനാട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നമ്മുടെ ഡേസ് കോക്കാട്, നമ്മുടെ പഞ്ചായത്ത് പാറത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഡേസ് കോക്കാടിന്റെ ഫാദറിലുമാണ്. അതുപോലെ കുഞ്ചാക്കോച്ചാട്ടൻ മടക്കാകുന്നവറും, ഞാൻ KSCയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നപ്പം ഈ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറിയാണ്. കുഞ്ചാക്കോച്ചാട്ടനെ അത്ര സീനിയറാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് കുഞ്ഞാക്കോച്ചാട്ടനെ എല്ലാവരും ഒന്ന് കൈയടിച്ച് ആദരിച്ച് കുഞ്ഞാക്കോച്ചാട്ടൻ. അപ്പോൾ ജോസ് പൂതക്കുഴി,
9 വാർഡ് ജോസഫ് ആദരിക്കുന്ന നമ്മുടെ പ്രിയങ്കനായ തോമസ് കുട്ടിയുടെ അമ്മച്ചിയാണ് മേരിക്കുട്ടി സെബാസ്റ്റ്യൻ മട്ടക്കാട്ട്. എനിക്കൊന്ന് തോമസ് കുട്ടിയുടെ വീട്ടിൽ നിന്നും എന്റെ വീട്ടിൽ നിന്നും ആയിരിക്കും എല്ലാം ഫുൾ കോറോടെ വന്നിരിക്കുന്നത്. തോമസ് കുട്ടി അയലോക്കത്തെ ആൾക്കാരെ കൊടുക്കണം വന്നു അമ്മാരെ. അതുപോലെ അപ്പച്ചൻ പതിപ്പള്ളി അപ്പച്ചൻ വന്നിട്ടുണ്ടോ? അവിടെ വേവിച്ചൻ കല്ലറക്കൽ വേവിച്ചാണ് ശിച്ചേട്ടാ. വേവിച്ചാൻ വന്നിട്ടുണ്ട്. വേവിച്ച കൂരാലിൽ ബോംബ് സ്ഫോടനം നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഫാദറിനെ ബോംബ് ഇട്ട് ആക്രമിച്ചാണ്. പക്ഷെ അദ്ദേഹം വിദഗ്ധമായിട്ട് രക്ഷപ്പെട്ടു. ബോംബൊക്കെ നിർവീര്യമായി പോയി. അത് തോമാച്ച മാണിയപ്പെരുക്കൽ തോമാച്ചേട്ടന് നമ്മുടെ വാണിയപ്പെരുക്കൽ പിതാവിന്റെ കുടുംബക്കാരാണ്, ജ്യേഷ്ഠ സഹോദരനാണ്. ചേട്ടനാണ് സ്വന്തം. ജോസ് ആർകുന്നം കേരള കോൺഗ്രസ് പാർട്ടിയുടെ വാർഡ് പ്രസിഡന്റായിട്ട് ഇപ്പോഴും സേവനം അനുഷ്ഠിക്കുന്ന ജോസ് സാറ് കഴിഞ്ഞ വാർഡ് കമ്മിറ്റിക്കകത്ത് പറഞ്ഞു, ഞാൻ വാർഡ് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ, ഇനി മണ്ഡലത്തിൽ എനിക്ക് സ്ഥാനം വേണമെന്ന് പറഞ്ഞ. അതുപോലെ തോമാച്ചൻ പുളിക്കൽ നമ്മുടെ ഇവിടെ തോമാച്ചേട്ടനൊക്കെ ശരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. തോമാച്ചേട്ടനെ സഹായം ചെയ്യുന്നു, ബോർഡ് മെമ്പറാണ്. അതുപോലെ നമുക്ക് തോമാച്ചൻ ജോസഫ് നടക്കൻ കുഞ്ഞപ്പച്ച ചേട്ടൻ ഇവിടെ എത്തി ചേർന്നിട്ടില്ല. അതുപോലെ ജോർജ് കുരിശുമൂട്ടിൽ ജോർജ് ചേട്ടൻ വേയിച്ചേട്ടനൊക്കെ ഈ പാർട്ടിയുടെ എന്നും പാർട്ടിക്കൊപ്പമൊക്കെ ഉണ്ടോ? അത് നമ്മുടെ സിബി ഇരിക്കലിന്റെ വാർഡാണ്. സിബി ഇരിക്കൽ എല്ലാം പറഞ്ഞു വിട്ടേ. ഫാദറാണ് ചാക്കോച്ചേട്ടൻ. ചാക്കോച്ചേട്ടനെ ആദരിക്കാൻ വേണ്ടി ജിമ്മിച്ചിലൂടെ അങ്ങോട്ട് ജിമ്മിച്ചില്ലാതെയാണ് ചാക്കോച്ചേട്ടൻ ഈ പാർട്ടിക്ക് വേണ്ടി സത്യം പറയുകയാണെങ്കിൽ ഞാൻ ചാക്കോച്ചേട്ടൻ അവിടെ കുരുമുള് പറിക്കുമ്പോൾ ഞാൻ കുറെ കുരുമുളും മേടിച്ചുകൊണ്ട് പോകുന്നതാ. ചാക്കോച്ചേട്ടന്റെ മികച്ച കർഷകനാണ് ചാക്കോച്ചേട്ടന്. അതുപോലെ പാർട്ടിക്ക് വേണ്ടി പഞ്ചായത്തിലേക്ക് മത്സരിച്ച ആളാണ്. നിസ്സാര വോട്ടിന് തോറ്റയാളാണ്. അത് കൂടത്ത് നിന്നൊരു കാര്യമായ ഏതവനും തോന്നും. അതുപോലെ ചെറിയാച്ചൻ മാണിയപ്പെരുക്കൽ ചെറിയാച്ചൻ വെള്ളപ്പാണിയില് നമ്മുടെ ബാബു വെള്ളപ്പാണിയുടെ നമ്മുടെ 15ാം വാർഡ് പ്രസിഡന്റ് ബാബു വെള്ളപ്പാണിയാണ്. ബാബുയുടെ മുക്തികാല പ്രവർത്തനമാണ്. കുഞ്ഞിപ്പിച്ചേട്ടന്റെ കാലത്ത് മുതൽ മണ്ഡലം കമ്മിറ്റി പ്രവർത്തിക്കുന്ന സജീവ അംഗമാണ്. കുഞ്ഞിപ്പിച്ചേട്ടന്റെ അയലോക്കാരനായിരുന്നു. മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു വിൻസെന്റ് ഇപ്പോൾ പോലുള്ള പ്രവർത്തനമുള്ള ആളാണ്. അതുപോലെ കുഞ്ഞപ്പിയാട്ടം പോത്തും മണിഞ്ചർ തോമച്ചേട്ടൻ വന്നിട്ടുണ്ടോ? തോമച്ചേട്ടൻ മണിഞ്ചറ ഇല്ല. അപ്പൊ ജോയി കണതാക്കൽ ജോയിച്ചേട്ടൻ കൊച്ചി നമ്മുടെ സ്നേഹപൂർവ്വം ചാക്കോച്ചി എന്ന് വിളിക്കുന്നത് ജെയിംസ് നമ്മുടെ ജെയിംസ് പൂത്തോലിയുടെ അപ്പാപ്പനാണ്. എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം ഉള്ള പ്രിയപ്പെട്ട ചാക്കോച്ചി സാന്നി. അതെ ജോസിയാറിന്റെ സഹോദരപുത്രനാണ്. അതുപോലെ ജോസൂട്ടി ഞാൻ വിളിക്കുന്ന നമുക്കറിയാം ജോസൂട്ടി മാണിസാറാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ അശ്വപ്പച്ചൻ ചന്തക്കാട് കുന്നേൽ നമ്മുടെ മാത്യുസ് പാപ്പന്റെ പാപ്പ വന്നിട്ടില്ലേ? അവ കുറെ ഇപ്പം നമ്മൾ ഇനി ആരെയും പേര് വിളിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ വെക്കണം. കാരണം എന്നുവെച്ചാൽ ഇതെല്ലാം DTP പറക്കാം. ആദരവ് ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിന്റെ സേവനം എന്ന് പറഞ്ഞാൽ മാണിസാർ തന്നെ വീണ്ടും പൊന്നാടടിക്കുന്ന മാണിസാറാണ്. ജീവിക്കുന്ന മാണിസാർ ജോസ് കെ മാണി നിങ്ങളെ പൊന്നാട എണീച്ച് ആദരിക്കുന്നു. പിടിയെടുത്തോ? അവ നമ്മുടെ സമ്മേളനം സാജൻ തൊടുകയോടും ടോമിയോടും എന്നോട് പറഞ്ഞു 4:30 ആണ് നോട്ടീസ്, 4:45 വന്നോളൂ എന്ന് പറഞ്ഞു. 4:45 ഞാൻ വഴിയിൽ കാറ് ഇട്ട് വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും, പ്രത്യേകിച്ച് നമ്മൾ ആദരിക്കപ്പെട്ട മുഴുവൻ ആളുകളെയും ഞാൻ തല കുനിച്ച് വണിക്കുന്നു. എല്ലാ ആശംസകളും ഈ സന്ദർഭത്തിൽ ഞാൻ നേർന്നുകൊള്ളുകയാണ്. ഇവിടെ മനോഹരമായി ആണ് ഈ കൺവെൻഷൻ ആരംഭിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് പാലാ നിയമസഭാ മണ്ഡലത്തിലെ ആദ്യത്തെ ഒരു മണ്ഡലം കൺവെൻഷനാണ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ നാളെ
LDFിൻ്റെ യോഗം കഴിഞ്ഞ് 20-ാം തീയതി ഉണ്ട്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ബാക്കി മണ്ഡലങ്ങളിലെല്ലാം ഉണ്ട്. പക്ഷെ ചങ്കുറ്റത്തോടുകൂടി ഞങ്ങളാണ് ആദ്യം നടത്തുന്നത് എന്ന് പറഞ്ഞത് അത് എരിക്കുളം പഞ്ചായത്താണ്. ഞങ്ങൾ നടത്തിയിരിക്കും, വരണം എന്ന് നിർബന്ധിക്കുകയും കഴിഞ്ഞ ഒരു 3 ആഴ്ച 2 ആഴ്ച മുമ്പ് പാർലമെൻറ്റിന് മുമ്പ് ഡേറ്റ് തന്നെങ്കിലും അത് ഇച്ചിരി അടുത്ത് പോയതുകൊണ്ട് പാർലമെൻറ്റ് കഴിയട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളുടെ ഇന്നേ ദിവസം കൂടിയിരിക്കുന്നത്. ഏതൊക്കെയാലും മനോഹരമായാണ് ഈ സമ്മേളനം നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മണ്ഡലം പ്രസിഡന്റുമാർ, മറ്റ് ഭാരവാഹികളെല്ലാം ഉണ്ട്. അവരെല്ലാം ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു, ഒരു അഭിവാദ്യങ്ങളും നേർന്നുകൊള്ളുകയാണ്. ഇവിടെ ഇതോടൊപ്പം തന്നെ നമുക്കറിയാം വലിയൊരു പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല എന്നറിയാം. 1-2 കാര്യങ്ങൾ പറഞ്ഞ് ബാക്കിയുള്ള നേതാക്കന്മാരിവിടെ സംസാരിക്കും, ആരും പോകരുത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും വെള്ളമോ ഭക്ഷണമൊക്കെ വേണമെങ്കിൽ അവിടെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് കൊടുക്കും. അതൊക്കെ കേൾക്കും. മൊത്തം കേട്ടു 2 മിനിറ്റില്ല 3 മിനിറ്റ് കേൾക്കും. പ്രശ്നമൊന്നും അതല്ലേലും എല്ലാ പ്രാവശ്യം മീറ്റിംഗ് ഞാൻ എന്തെങ്കിലും കേട്ടിട്ടേ പോകാറുള്ളൂ. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ പോലെ ആരുടെ വീട്ടിലാണ് വെക്കുന്നത്, ക്രിയാച്ചേട്ടൻ്റെ വീട്ടിലാണ്, ചീരാൻവീട് വീട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു സങ്കല്പം ചുവപ്പും വെള്ളയും ആ വീടും ആ ടൈൽസും ഒക്കെയാണ്. ഇപ്പം മനസ്സ് നിറയെ ആ കേരള കോൺഗ്രസ്സാണ് മനസ്സാറെന്ന ഓർമ്മ ക്രിയാച്ചേട്ടന് ഉണ്ട് എന്നറിയുമ്പോൾ തീർച്ചയായും കണ്ണ് നിറയുകയാണ്. ഈ വീട്ടിലേക്ക് വരുമ്പോൾ, ഈ ഭവനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ആ മനസ്സിൽ അത് തന്നെയാണ് എന്ന് ഞാൻ കരുതുകയാണ്. അതാണല്ലോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനപ്പുറം ഒരു കുടുംബമാണ്, ഒരു കുടുംബ ബന്ധമാണ്. അങ്ങനെയാണ് മാണി സാർ വളർത്തിയിട്ടുള്ളതും. ഒരു ഘട്ടത്തിൽ പോലും ഞാൻ നമ്മുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി, സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി, അതാണല്ലോ ഏറ്റവും വലിയ ബോഡി, അതിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിക്കോ CPM-നോ CPI-ക്കോ ദേശീയ പാർട്ടിക്ക് BJP-ക്കോ നമ്മുടെ എത്രമാത്രം കുടുംബ ബന്ധം, ആ ബന്ധം എന്ന് നമ്മുടെ കാരണന്മാർ തൊട്ട് താഴോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ആ ബന്ധം വേറെ ആർക്കുമില്ല. അത് പാർട്ടിക്ക്, കേരള കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ. ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്ക് പറയാൻ പറ്റില്ല ഞങ്ങൾക്കൊരു വലിയൊരു കുടുംബ ബന്ധം ബലമുണ്ട് എന്നുള്ളത്. അവർക്ക് UDF അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികൾ കാണും, പാർട്ടിയോടൊപ്പം നിൽക്കുന്ന നിലപാടുകൾ കാണും. പക്ഷെ ആ നമ്മുടെ ആ കുടുംബ ബന്ധം ചിലപ്പോൾ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെങ്കിലും അത് ഒരിക്കലും തകരില്ല. ആത്യന്തികമായി അത് മനസ്സിൽ ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഇത്രയും പേര് വന്നതുകൊണ്ട് ഞാൻ വാർഡ് പ്രസിഡന്റുമാരെ ഒന്ന് വിളിക്കാം. പെട്ടെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം. ഓക്കെ, വാർഡ് 2 വട്ടംതാനം ജോസ്, അവിടുന്ന് കുട്ടി. ഓക്കെ, ആരെങ്കിലും ഉണ്ടോ നേതാക്കന്മാർ? പിന്നെ തച്ചപ്പുഴ ഉണ്ട് നേതാക്കന്മാർ. ഓക്കെ, അതെ സജ, ഇളംകുളം അമ്പലം ഷിജി. വരൂ, നമ്മുടെ കൊടി താഴെ വെച്ചോ. മോൻസി സിബി. ഓക്കെ അവിടുന്ന് ആരെങ്കിലും? ശരി. ഓക്കെ, വേദിയിലുള്ള ബഹുമാനിച്ച സ്നേഹിതരെ എല്ലാവരെയും ഒന്ന് കണ്ടതിൽ സന്തോഷം. എല്ലാവരും ഉണ്ട് എക്സെപ്റ്റ് ഒരാൾ ഇവിടെ പനിയായതുകൊണ്ട് നേരത്തെ ഒക്കെ കാണുവാൻ കഴിഞ്ഞു. സ്നേഹിതരെ, ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കർഷകരാണ്, കർഷക സമൂഹമാണ്. അതിൻ്റെ വിലയൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ എപ്പോഴും ഒക്കെ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടനാട്ടിലുണ്ടായിരുന്നു. അവിടുത്തെ നെൽ കർഷകരുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു 10,000 പേരുടെ ഒരു പ്രകടനത്തോടു കൂടിയ ഒരു സമ്മേളനമാണ്. അവിടെ ഞാനൊരു കാര്യം സൂചിപ്പിച്ചു. ഇന്ന് പലപ്പോഴും കേരള സമൂഹത്തിൽ സ്വതന്ത്ര രാഷ്ട്രീയമില്ലാത്ത അല്ലെങ്കിൽ സ്വതന്ത്ര സംഘടനകളുണ്ട്, കർഷക സംഘടനകളുണ്ട്, രാഷ്ട്രീയമില്ലാത്ത കർഷക സംഘടനകളുണ്ട്. അവരൊക്കെ എപ്പോഴും ചില കാര്യങ്ങളൊക്കെ മുദ്രാവാക്യങ്ങളുമായി രംഗത്തേക്ക് വരാറുണ്ട്. ഒരു കുഴപ്പവുമില്ല, നല്ല കാര്യവുമാണ്. ഇന്ന് കോൺഗ്രസ് പാർട്ടിയും BJP-യും CPM-ഉം CPI-യും കർഷകരുടെ കാര്യങ്ങൾ സംസാരിക്കും. പക്ഷേ
ആ കർഷക രാഷ്ട്രീയം പൊതു രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയിലേക്ക് കൊണ്ടുവന്നത് അത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്, അത് മാണി സാറാണ്. പണ്ടാരും കർഷക രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിക്കുന്നില്ലായിരുന്നു. അത് പലപ്പോഴും ബൂർഷ്വാണ്, പല രീതിയിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെയാണ് കൊണ്ടുവന്നിരുന്നത്. പക്ഷെ ആ കർഷക രാഷ്ട്രീയം പൊതു രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയിൽ കൊണ്ടുവന്നത് അത് മാണി സാറാണ്. പക്ഷെ ഇത് പറയുമ്പോഴും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിനെ പറ്റി ഈ പറയുന്ന രാഷ്ട്രീയമില്ലാത്ത സംഘടനകളും രാഷ്ട്രീയമുള്ള ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ കർഷകരുടെ കാര്യം പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞോട്ടെ, നല്ല കാര്യമാണ്. പക്ഷെ ഇവരുടെയൊക്കെ DNA എടുത്ത് നോക്കിയാൽ, അല്ലെ, DNA നമുക്കറിയാമല്ലേ, ജീൻ, അതെടുത്ത് നോക്കിയാൽ കർഷകരുമായി ആഭിമുഖ്യമുള്ള, കർഷകർക്ക് വേണ്ടി നിലപാടുറപ്പിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ഉള്ളൂ, അത് മാണി സാറിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ്. നിങ്ങളെടുത്ത് പരിശോധിച്ചു, നിങ്ങളെടുത്ത്, ഞാനത് കുട്ടനാട്ടിൽ പറഞ്ഞു, നിങ്ങൾ അവിടെ പറയും, അവിടെ കുറെ ആൾക്കാർ രംഗത്തേക്ക് വന്നു, രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷെ കർഷക സംഘടനയാണ്, അത് നടത്തിക്കോട്ടെ, ഒരു നല്ല കാര്യമാണ്. പക്ഷേ ഈ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത്, നമ്മളൊരു തീരുമാനം ഭരണപരമായി ഒരു പദ്ധതി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ കഴിയൂ. അത് തിരിച്ചറിയണം, അല്ല, അത് തിരിച്ചറിയണ്ടേ? ഇപ്പോൾ പലപ്പോഴും ചിലപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയെ കുറ്റപ്പെടുത്തും. അതാ സ്വതന്ത്രമായി നിൽക്കുന്ന സംഘടനയായിരിക്കാം, രാഷ്ട്രീയമില്ലാത്ത സംഘടനയായിരിക്കാം. പക്ഷെ അവരൊക്കെ എന്ത് മുദ്രാവാക്യം എന്തുമായിക്കോട്ടെ, പക്ഷെ ഒരു നിലപാടിലേക്ക് വരുമ്പോൾ അവിടെ നോക്കേണ്ടുന്ന DNA എടുത്ത് പരിശോധിച്ചിട്ട് അവിടെ കർഷകർക്ക് വേണ്ടി നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആരാ നോക്കി അതിന് പിന്താങ്ങിയില്ലെങ്കിൽ, അതിന് പിന്തുണ കൊടുത്തില്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന കാര്യം ഭരണകർത്താക്കൾ പരിഗണിക്കില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ കർഷകരുടെ കാര്യങ്ങൾ പരിഗണിക്കുകയുള്ളൂ. ഇപ്പൊ വന്യമൃഗത്തിന്റെ വിഷയമുണ്ട്, അല്ലെങ്കിൽ വന നിയമ ഭേദഗതി, പലപ്പോഴും നമ്മുടെ മീനച്ചി താലൂക്കിലുള്ളവരും കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ അവിടെ പ്രദേശങ്ങളിലുള്ളവരൊക്കെ ഇന്ന് പലരും മലയോര പ്രദേശങ്ങളും കുടിയേറ്റ മേഖലയിലൊക്കെ ഉണ്ട്. നമുക്കറിയാം, ഇവിടെ പോലും വന്യമൃഗത്തിന്റെ വിഷയം വരുന്നു. അന്നേരമാണ് വന നിയമ ഭേദഗതി വന്നു. ആ വന നിയമ ഭേദഗതി വന്നപ്പോൾ പല കാര്യങ്ങളും പലരും അങ്ങനെ ആക്ഷേപിക്കാൻ തുടങ്ങി. നമ്മളൊരു ഭരണപക്ഷത്താണെങ്കിൽ നമ്മളൊരു നിലപാടെടുത്തു. ആ നിലപാട് നമ്മള് ഭരണപക്ഷമായിട്ടുള്ള LDFനെ അറിയിച്ചു, മുഖ്യമന്ത്രിയെ അറിയിച്ചു, ഇത് തെറ്റാണ്, ഒരു കാരണവശാലും ഇത് നിയമസഭയിൽ കൊണ്ടുവരാൻ പാടില്ല, ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞതിന് ശേഷം അത് മാറ്റിവെച്ചു. അതൊരു കർഷക സംഘടന, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, മാൻസാറിനെ സംബന്ധിച്ച് എത്രയോ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഞാൻ അവിടെയും പറഞ്ഞു, ആ പദ്ധതികളൊക്കെ മാണി സാറിന്റെ വകുപ്പിൽപ്പെട്ടതല്ലായിരുന്നു. KM മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം മാണി സാറിന്റെ അധ്വാനവർഗ സിദ്ധാന്തവും ഒക്കെ, ആ ഐഡിയോളജി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എവിടെയെല്ലാം നമ്മുടെ വകുപ്പിൽ അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു പദ്ധതി അത് അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അവതരിപ്പിച്ചു. അത് എപ്പോഴാണെന്നറിയാമോ? അത് ബഡ്ജറ്റുള്ളപ്പോഴാണ്. നമുക്കറിയാം, ഒരു മന്ത്രാലയത്തിലുള്ള ഒരു പദ്ധതി മറ്റൊരു മന്ത്രിക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല. ഇപ്പോൾ കാരുണ്യ പദ്ധതി പ്രഖ്യാപിച്ചു, അത് സാമൂഹ്യക്ഷേമ ക്ഷേമ വകുപ്പിലാണ്, അല്ലെങ്കിൽ ഹെൽത്ത് ആരോഗ്യ വകുപ്പിലാണ്. നമ്മളെങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്? ഇപ്പൊ റബ്ബറിന്റെ കാര്യത്തിൽ അവിടെ 500 കോടി അല്ലെ 300 കോടി രൂപ മാറ്റിവെച്ചു. 150 രൂപ അല്ല പ്രഖ്യാപിച്ചിരിക്കുന്നത്. തറവലയല്ല, അത് പ്രൊഡക്ഷൻ ഇൻസെന്റീവ് ആണ്. റബ്ബർ ഉൽപാദന ഉത്തേജന പദ്ധതിയാണ്. 150 രൂപ എന്ന് താഴെ പോയാൽ ഇതാ തരുന്നു. അതിപ്പോ 180 ആക്കി. അപ്പോൾ അത് നമ്മുടെ വകുപ്പാണോ? അല്ല. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ പല പദ്ധതികളും എടുത്താൽ, നിയമ ഭേദഗതികൾ എടുത്ത് നോക്കിയാൽ, അതെല്ലാം കർഷകരുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ, അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് മാണി സാറിന് മാത്രമാണ്. ആ ബഡ്ജറ്റ് വന്നപ്പോൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. പലരും ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഇത് ആരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നമ്മൾ മന്ത്രിയൊന്നുമല്ല, എങ്കിലും പക്ഷേ നമ്മളതിന്റെ ഡിമാൻഡ് വെച്ചിരിക്കുക. നമുക്കറിയാം, സർക്കാരിന്റെ പണമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഇല്ലാത്തത് കാരണം കേന്ദ്രം BJPക്ക് ഒരു രാഷ്ട്രീയമായി ഒരു നേട്ടമില്ല
കേരള സംസ്ഥാനത്ത്. ആ നേട്ടം എന്ന് പറഞ്ഞാൽ BJPക്ക് സീറ്റുകൾ ലഭിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടട്ടെ എന്നിട്ട്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേട്ടം ഞങ്ങൾക്ക് ഉണ്ടെന്നറിഞ്ഞാൽ നമ്മൾ റബ്ബറിന്റെ വില കൂട്ടാം, ഉണ്ടെന്നറിഞ്ഞാൽ ഇവിടെ ഫണ്ട് കൊടുക്കാം. ഇപ്പൊ ബീഹാറിൽ 25,000 കോടി രൂപയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് കൊടുത്തത് എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ കൊടുത്തത് കഴിഞ്ഞ ബഡ്ജറ്റില്. ഇവിടെ അതിനേക്കാൾ വലിയ പ്രകൃതി ദുരന്തം വയനാട്ടിൽ നടന്നു. അവിടെ 375 പേർ മരണമടഞ്ഞു. പകുതി ആയിരക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. പക്ഷെ ഒരു പൈസ തന്നില്ല. കഴിഞ്ഞ ദിവസം തന്നു 375 കോടി രൂപ. ഇത് മാർച്ചിന് മുമ്പ് പൂർത്തീകരിക്കണം. എങ്ങനെ ചെയ്യാൻ പറ്റും? അത് വായ്പയാണ്, തിരിച്ചു കൊടുക്കണം, ഗ്രാൻഡ് അല്ല. അപ്പോൾ ഇത് ബോധപൂർവമായിട്ടുള്ള നമ്മുടെ വികസനത്തെ നീക്കി കൊല്ലാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർ തരാതിരിക്കില്ല. അപ്പോൾ എന്താകട്ടെ, നമ്മൾ ത്യാഗം ചെയ്ത് നമ്മുടെ ബന്ധത്തെ കിട്ടും. നെല്ലിന്റെ വില ഞാൻ പറഞ്ഞു ഇവിടെ നമ്മളുമായി ബന്ധപ്പെട്ടായിരിക്കും. പക്ഷെ അവിടെയും കർഷകരാണ്. കുട്ടനാട് എന്ന് പറഞ്ഞ വാക്ക് മാണിസാറിന്റെ 13 ബഡ്ജറ്റിലുണ്ട്. പക്ഷെ മറ്റേതെങ്കിലും ഒരു ബഡ്ജറ്റ് എടുത്ത് നോക്കിയാൽ കുട്ടനാട് എന്നൊരു വാക്ക് പരാമർശിച്ചിട്ടില്ല. മാണിസാറിന്റെ ബഡ്ജറ്റിലുണ്ട്, കേരള കോൺഗ്രസ് നടത്തിയ ബഡ്ജറ്റിലുണ്ട്. അവിടെയും ഞാൻ പറഞ്ഞു 1510 കോടി രൂപ. അത് എന്നും ചോദിച്ചാൽ ഭൂമി തരം മാറ്റിയപ്പോൾ നമുക്ക് ലഭിച്ചു. കോടതി തന്നെ പറഞ്ഞു ഇത് അവിടെ കർഷകർക്ക് കൊടുക്കുന്ന 40 രൂപയ്ക്ക് കൊടുക്കണം. ഈ പറഞ്ഞ നമുക്ക് കർഷകർക്ക് കൊടുത്തത്, റബ്ബർ കർഷകർക്ക് കൊടുത്തത് എങ്ങനെയാണോ അതേ രീതിയിൽ വേണം. ഒരു പ്രത്യേകം നമ്മൾ കാണുന്നത് റബ്ബർ കർഷകർക്ക് കൊടുത്തത് ഞാൻ അവിടെ വായിച്ചു. ഓരോ റബ്ബർ ബോർഡിന്റെ റീജിയണൽ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് കൊടുത്ത തുക, അത് ഡൊമൈനിലുണ്ട്, കമ്പ്യൂട്ടറിലുണ്ട്, ഒരു കള്ളത്തരവല്ല. കഴിഞ്ഞ 10 വർഷം വെല്ലുവിളിക്കാം, കണക്കുകൾ എടുത്തങ്ങ് തരാം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കർഷകർക്ക് കൊടുത്തത് എത്ര രൂപയാണെന്നറിയാവോ? കഴിഞ്ഞ 10 വർഷം കൊണ്ട് 2070 കോടി രൂപ. 2070 കോടി രൂപയാണ് മാണിസാറിന്റെ ആ പദ്ധതി കൊണ്ട് റബ്ബർ കർഷകർക്ക് കൊടുത്തത്. മാണിസാർ അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത് കൊണ്ടല്ലേ. ഞാൻ പറയുന്നു ഇത് കൃത്യമായ കണക്ക് അവരിൽ നിന്നെടുത്ത്, ഇത് ഡൊമൈനുണ്ട്, ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ട്. മുഴുവൻ ഓരോ സ്ഥലത്തെ റീജിയണൽ ഓഫീസിൽ നിന്ന് കൊടുത്തത് RPS വഴി കൊടുത്തതാണ്. പക്ഷെ അതുപോലെ ഇനിയും കൊടുക്കണം. ആ പദ്ധതി ലോകത്തെ റബ്ബർ കർഷകരുമായി ബന്ധപ്പെട്ട ഇൻസെന്റീവിൽ ഏറ്റവും ബെസ്റ്റാണ്. നമ്മൾ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല, മിനിമം സപ്പോർട്ട്. പക്ഷെ ഇത് ഇൻസെന്റീവ് ആണ്. 1 ഹെക്ടർ ഉള്ള ആളിന് ഇത്ര പ്രൊഡ്യൂസ് ചെയ്യും. അത് വെച്ചുകൊണ്ട് ഒരു അഴിമതിയുമില്ല, ഒരു അധിക ചെലവുമില്ല. കൃത്യമായി കർഷകന്റെ ബാങ്കിലേക്ക് വരിക. മറ്റേ എന്ത് പദ്ധതി കേന്ദ്രത്തിന്റെ ആണെങ്കിലും നമുക്കറിയാം സബ്സിഡി ഉണ്ട്, ഫെർട്ടിലൈസേഴ്സിന്റെ വളത്തിന്റെ സബ്സിഡി ഉണ്ട്. ഇതൊക്കെ ആണെങ്കിലും 100 രൂപ അനുവദിച്ചാൽ കർഷകന് എത്തുമ്പോൾ അത് 25 രൂപയായി മാറുന്നു. അപ്പോൾ ഞാൻ ചുരുക്കട്ടെ. ഇപ്പോൾ വന്യമൃഗത്തിന്റെ വിഷയം ഞാൻ ചെയ്തു. വന്യമൃഗത്തിന്റെ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ പറഞ്ഞിട്ടുള്ളൂ. വന്യമൃഗം ഇവിടെ സൂചിപ്പിച്ചു, അക്രമകാരികളായ വന്യമൃഗം. അത് വനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അതിനെ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുന്നത് കേരള കോൺഗ്രസ് പാർട്ടി മാത്രമേ ഉള്ളൂ. ധൈര്യത്തോടു കൂടി പറഞ്ഞു. ഇനി അതിലേക്ക് നാളെ തിരുവനന്തപുരത്ത് രാവിലെ 9 മണിക്ക് അവിടെ AGS ഓഫീസിന് മുമ്പിൽ വലിയൊരു പ്രതിഷേധവുമായിട്ട് കേരള കോൺഗ്രസ് നടത്തുകയാണ്. നമ്മളവിടെ പോവാം. അപ്പോൾ ഇത് കേന്ദ്രത്തിന്റെ ഇതിലാണ്. ഇപ്പോൾ ചിലരൊക്കെ അവിടെ ആന വന്നു ചവിട്ടിക്കൊന്നു. സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യും? നിയമം ഇങ്ങനെ നിൽക്കുന്നു. നമുക്ക് കുറച്ചുകൂടെ ജാഗ്രതയൊക്കെ വേണം. നിയമം ഇങ്ങനെ നിൽക്കുന്നു. അവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വന്യമൃഗത്തിനെ സംരക്ഷിക്കുക. അതാണ് നിയമം. പുറത്തേക്ക് വന്നാൽ ജനങ്ങളെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്യമൃഗം പുറത്തേക്ക് വന്ന ഫോറസ്റ്റ് ഓഫീസറിനെ വിളിച്ചിട്ട് കാര്യമില്ല. മുണ്ടക്കയത്ത് ഞാൻ സെബാസ്റ്റ്യൻ കുളത്തിങ്ങളോട് പറഞ്ഞു, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വന്നാലും അതിനെ തുരുത്തി ഓടിച്ച് അകത്തേക്ക് ഓടിക്കാൻ നോക്കും. അതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ജനങ്ങളെ സംരക്ഷിക്കണമേ. ഈ നിയമം എടുത്ത് വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ അത് പോലീസിനെ ഏൽപ്പിക്കണം. ഞാൻ മുഖ്യമന്ത്രി എല്ലാ MP-മാരും ഇരിക്കുമ്പോൾ അതിൻ്റെ കണക്കുകൾ പറഞ്ഞ് എന്തുകൊണ്ട് ആ നിയമം ഭേദഗതി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. നമ്മൾ ട്രാൻസ്പോർട്ട് മിനിസ്ട്രി ഉണ്ടല്ലോ, MVI അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അവരല്ലേ സ്പീഡ് കൂട്ടുന്നുണ്ടോ, അത് ഇവിടെ ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കേണ്ടത് അവരല്ലേ, അതിൻ്റെ കീഴിലല്ലേ. പക്ഷെ ആരെ ഇപ്പം നോക്കുന്ന? പോലീസല്ലേ. എന്തുകൊണ്ടാണ്? അവർക്കുള്ള റിസോഴ്സസ് ഇല്ലാത്തത് കൊണ്ടാണ്. ആ രീതിയിൽ ഇന്ന് ജനങ്ങളെ സംരക്ഷിക്കുവാൻ വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ അത് പോലീസിനെ ഏൽപ്പിക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുക. നമുക്ക് ഈ പറഞ്ഞ പോലെ ഓടിച്ചെന്ന് ട്രെയിൻ കയറണമുണ്ട്, ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ട്, കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് നമ്മുടെ ഈ വന്യമൃഗത്തിൻ്റെ അവിടെ യോഗം വെച്ചു. അതിനുശേഷം നമ്മുടെ
LDFിൻ്റെ യോഗമുണ്ട്. അവിടെയൊക്കെ ഈ വിഷയങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ 25-ാം തീയതി ഞാൻ നേരെ കൊല്ലത്തേക്കാണ് പോകുന്നത്. നമ്മുടെ മേഖലയല്ല എന്ന് പറയത്തില്ലപ്പോൾ തീരദേശത്തുള്ളത്. അവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അവിടെ 242 സ്ക്വയർ കിലോമീറ്റർ മണൽ വാരാനുള്ള ടെൻഡർ കൊടുത്തു തുടങ്ങി. 242 സ്ക്വയർ കിലോമീറ്റർ അത് നമ്മുടെ സമുദ്രത്തിലാണ്, അവിടെ ഈ സീഷോറിലാണ്. അത് ചാവക്കാടും പൊന്നാനിയും ആലപ്പുഴയും എല്ലാം ഇനി ചെയ്യാൻ പോവുകയാണ്, പ്രൈവറ്റൈസ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതിനെതിരെ പാർലമെൻറ്റിൽ ഏറ്റവും ആദ്യമേ പറഞ്ഞത് കഴിഞ്ഞ പാർലമെൻറ്റ് സെഷനിൽ അത് കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ പറയുണ്ടായി. അതിൻ്റെ 3 ദിവസം കഴിഞ്ഞപ്പോൾ VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് അസംബ്ലിയിൽ പറഞ്ഞു. അതിൻ്റെ ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് അവർ സമൂഹവുമായി കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് കടലിൻ്റെ അവകാശം കടൽ മക്കൾക്ക് കൊടുക്കണം. കാരണം ഇതൊക്കെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനവും മാത്രമല്ല ഈ പറയുന്ന കാലാവസ്ഥ വ്യതിയാനം വരുന്നത് വനം കൊണ്ട് മാത്രമല്ല, അതിനേക്കാൾ ഏറ്റവും പ്രധാനം ഇന്ന് സമുദ്രത്തിൽ ചൂടുകൂടി നീരാളിയാ അവിടെ ആവിയായി ഇത് മഴയിലേക്കും അതുപോലെ തന്നെ സൈക്ലോണിലേക്ക് പോവുകയാണ്. വലിയൊരു മാറ്റമാണ്. ഇതോടെ വന്നു കഴിയുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ കാലാവസ്ഥയിൽ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് നിരവധിയായിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ്, സമൂഹത്തിൻ്റെ വിഷയം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ പലപ്പോഴും മാണിസാറ് സഭയുടെ കാര്യങ്ങൾ സംസാരിക്കാറില്ല. സഭയുടെ കാര്യം സംസാരിക്കുമ്പോൾ ഒരിക്കലും മാണിസാറിനെ ഒരു സഭയുടെ ആളായിട്ടൊന്നും ബ്രാൻഡ് ചെയ്തിട്ടില്ല. ഈഴവാസ കമ്മ്യൂണിറ്റിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നൽകിയിട്ടുള്ളത്, ഞങ്ങൾക്ക് നടപ്പിലാക്കിയതും അത് മാണിസാർ ഉണ്ടായിരുന്നപ്പോഴാണ്. വിശ്വകർമ്മയ സമൂഹത്തിനോട് ചോദിച്ചാൽ മാണിസാർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വേതനം ലഭിച്ചത്. NSSനോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആ സ്ഥലം പതിച്ചു തന്നതും ഞങ്ങൾക്കുള്ള തീരുമാനങ്ങൾ നൽകിയതും അത് മാണിസാർ മാത്രമാണെന്നുള്ളതാണ്. പക്ഷെ ഏതെങ്കിലും സമുദായത്തിന്റെ അല്ല, അധ്വാന വർഗത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടുന്നുള്ളവരുടെ, അതൊരു സമൂഹത്തിന്റെ ഒരു സമുദായത്തിന്റെ പൊതുവായിട്ടുള്ള വിഷയങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിലും അത് പൊതുസമൂഹത്തിന്റെ വിഷയമായി മാണിസാർ മാറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് ആരും കുറ്റപ്പെടുത്തുന്നില്ല. വന്യമൃഗത്തിന് ചിലപ്പോൾ നമ്മുടെ സഭയെ ഈ ക്രൈസ്തവ സഭയായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, മധ്യ തിരുവിതാംകൂർ മറ്റൊരു സമുദായവുമായി ബന്ധപ്പെട്ടായിരിക്കും. പക്ഷെ അത് പൊതുസമൂഹത്തിന്റെ വിഷയമാക്കി മാറ്റി അതിന് പരിഹാരം കാണുവാൻ മാണിസാറും എപ്പോഴും നിന്നതുകൊണ്ടാണ് എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ട് പോകുന്നത്. ഇന്ന് കൊല്ലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ പോരാട്ടം നമ്മൾ മാണിസാർ തുടങ്ങി വെച്ച പോരാട്ടം തുടങ്ങുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത്, നമുക്കറിയാം ഏതാനും മാസങ്ങൾക്കകം നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് നമ്മുടെ മുന്നണി മാറ്റമൊക്കെ നമ്മൾ ഒരു മുന്നണിയിൽ നിന്ന് നമ്മളെ പുറത്താക്കി. അപ്പോൾ നമുക്ക് ചർച്ചയ്ക്കൊന്നും അധികം സമയമില്ലായിരുന്നു. എങ്കിലും നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മൾ പ്രവർത്തനം നടത്തി. നമുക്ക് കുറച്ച് സീറ്റുകൾ മത്സരിച്ചു, കുറച്ച് സീറ്റുകൾ ജയിച്ചു, കുറച്ച് സീറ്റുകൾ പരാജയപ്പെട്ടു. പക്ഷേ ഈ വരാൻ പോകുന്ന നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന എന്നത്തേക്ക് നടക്കും? ഒക്ടോബർ മാസത്ത് അവസാനത്തോടുകൂടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വന്ന് അധികം ദിവസങ്ങളില്ല. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാം, നമുക്കൊറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാടൊന്നും ജോസ് കെ മാണി എപ്പോഴും മാറ്റുന്നതല്ല. ഞാനൊരു നിലപാടെടുത്താൽ ഇപ്പം ആരെങ്കിലും ഒരു വാക്ക് കൊടുത്താൽ ഞാൻ ആ വാക്ക് എൻ്റെ കഴുത്ത് പോയാലും ഞാനത് പാലിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ നിലപാടെടുത്തുകൊണ്ട് എനിക്ക് വ്യക്തിപരമായ ചില പരാജയങ്ങൾ ഉണ്ടായിക്കാണും വ്യക്തിപരമായി. പക്ഷേ പാർട്ടിയെ സംരക്ഷിച്ച് പാർട്ടിയെ നിലനിർത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ 2 ഉൾപ്പെടെയുള്ള നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി എൻ്റെ താല്പര്യം മാത്രം നോക്കുവാണെങ്കിൽ എനിക്ക് പലതും നേടാമായിരുന്നു. പക്ഷെ ആ നേട്ടമൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പാർട്ടിയുടെ കാര്യങ്ങൾ മാത്രം നോക്കി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ നിലപാട് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുന്നണിയോടെ നിൽക്കട്ടെ, മുന്നണി നമുക്കുണ്ട്. പക്ഷെ നമ്മൾ പരിശോധിക്കുക, നമ്മൾ എപ്പോഴും പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയം ആരെങ്കിലും സംസാരിക്കുമോ? രാമക്ഷേത്രം അല്ലെങ്കിൽ അവിടുത്തെ ഇത് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാദേശികമായ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. പൊതുവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രാദേശികമായ നമ്മൾ കാര്യം സംസാരിക്കും. സ്ഥാനാർത്ഥിയെ പറ്റി സംസാരിക്കും. ഏത് പാർട്ടിയാണെന്നോട് നോക്കും. അല്ലാതെ നമ്മുടെ ലോക്സഭയിൽ കേട്ടോ അവിടെ വോട്ട് 100 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഇനി ചുരുക്കത്തിൽ ഒരിക്കലും അതിനകത്തോട്ട് പോവില്ലേ. അപ്പുറത്ത് എതിരാളികൾക്ക് കിട്ടി, ഇനി എന്നാ ചെയ്യും? ഒന്നുമല്ല. അന്ന് സംസാരിക്കുന്ന കാര്യമാണോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ആ വിഷയമാണോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വരുന്നത്?
അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടു, നിയമസഭയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മൊത്തം തിരിഞ്ഞു. നിയമസഭ 99 സീറ്റുകൾ നമ്മൾ വീണ്ടും ഭരണത്തിലേക്ക് വന്നു. അതുകൊണ്ട് ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയമോ സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയമോ അല്ല ഒരു പഞ്ചായത്ത്, പ്രത്യേകിച്ച് വാർഡ് ഇലക്ഷന് വരാൻ പോകും. വാർഡ് ഇലക്ഷന് വരാൻ പോകുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണോ? ജനങ്ങളോടൊപ്പം നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണോ? നിലപാടെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണോ? അതോടൊപ്പം തന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ആർക്കാണോ ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധമുള്ളത് രാഷ്ട്രീയ പ്രസ്ഥാനം, അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. ആ കുടുംബ ബന്ധമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം തീർച്ചയായും നമുക്ക് മുന്നേറാൻ. ആ കുടുംബ ബന്ധം കേരള കോൺഗ്രസ് പാർട്ടിക്ക്. അതിനേക്കാൾ കൂടുതൽ തീർച്ചയായും നല്ല സ്ഥാനാർത്ഥികൾ നിൽക്കണം. ആ സ്ഥാനാർത്ഥികൾ നിന്നുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയുമെന്ന് യാതൊരു സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം എത്രയുണ്ട്, അതിൻ്റെ ഇരട്ടിയിലേക്ക് നമുക്ക് കൊണ്ട് എത്തിക്കാൻ കഴിയണം. അവിടെ മുന്നണിയൊക്കെ അങ്ങ് മാറ്റിവെക്കട്ടെ. ഒന്ന് ചിന്തിച്ച് നമ്മൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നതെന്ന് ചിന്തിക്കും എന്ന് പറഞ്ഞ് അവിടെ പോയി ബഹളം ഉണ്ടാക്കാനല്ല. പക്ഷെ എങ്ങനെയായിരിക്കും, അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മൾ ഓരോ വീടും കയറും. സാജ ഒരു വാർഡിൽ, ടോമി ഒരു വാർഡിൽ എത്ര വീട് കാണും? ശരാശരി 350. അത് കൂടുതൽ. ഏറ്റവും ഒരു ശരാശരി 350 വീടുണ്ട്. ആ 350 വീടുണ്ടെങ്കിൽ ഒരു 25 അല്ലെങ്കിൽ 50, 25 വീടിന് ഒരു നേതാവ്. ഞാൻ അതുകൊണ്ടാണ് ഓരോ വാർഡിൽ നിന്ന് വന്ന എത്ര നേതാക്കന്മാരുണ്ടെന്ന് നിങ്ങൾ ചോദിച്ചു. സാധാരണ പ്രവർത്തകർ. പക്ഷെ ആ നേതാവിനേക്കാൾ വലിയ നേതാവാണെന്ന് എനിക്കറിയാം. പക്ഷെ അതിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു 25 വീടാണ് എത്തുന്നത്. ഇനി അത് പറ്റുന്നില്ല, 50 വീടിൽ നിന്ന് ഒരു നേതാവിനെ കണ്ടുപിടിച്ച് ആ 50 വീടും അടുത്ത 1.5 മാസം കയറി ഇറങ്ങുക. ആ വീടിന്റെ ചലനം, ആ വീടിന്റെ ചിന്ത, ആ വീട്ടിൽ എത്ര വോട്ടർമാരുണ്ട്, ആ വീട്ടിൽ എത്ര പേര് പുറത്തുണ്ട്, ആ വീട്ടില് നമ്മളുടെ നേതാക്കന്മാരുമായിട്ടുള്ള ഒരു പിണക്കമുണ്ടോ, ഇതെല്ലാം കണ്ടുപിടിച്ച് നേരിട്ട് കയറാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകരെ അവരുമായിട്ട് ആഭിമുഖ്യമുള്ള ആളിനെ കയറ്റി ഇറക്കി കൊണ്ടുപോകുന്ന ഒരു ഉത്തരവാദിത്തമാണ്. അപ്പം വാർഡിന്റെ പ്രശ്നം വരും, റബ്ബറിന്റെ പ്രശ്നം വരും. ഇതൊക്കെ നമ്മൾ കേൾക്കണം. ചിലതിന് പരിഹാരം ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാൻ കഴിയും. ചിലപ്പോൾ നമുക്ക് സംസ്ഥാന തലത്തിൽ, കേന്ദ്ര തലത്തിൽ നമുക്ക് ഇടപെടേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം ഉടനടി എലിക്കുളം പഞ്ചായത്തിൽ വേണം. ഞാൻ ടോമിയോട് പറഞ്ഞു, ടോമി ഇന്ന് പ്രഖ്യാപിക്കണം. നമ്മുടെ വാർഡ് കമ്മിറ്റികളൊക്കെ കൂടി വാർഡ് കൺവെൻഷനായിട്ട് 25 വീടാണ് ഐഡിയ. നമുക്ക് അത്രയും ശക്തി ഇല്ലാത്ത വാർഡാണ് 50 വീട്. ആ വീട് ഇതെല്ലാം ആ പറഞ്ഞ വാർഡിലെ അജണ്ട 15 പേരെ കൊണ്ട് വീട്ടിൽ കയറി ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്നവരുടെ വോട്ടർമാരെ, നമ്മുടെ ലോകസാർ ജില്ലാ പ്രസിഡന്റും നിയോജകമണ്ഡലം പ്രസിഡന്റ് ടോബി കേരസും ഇവരൊക്കെ ഒരിക്കൽ കൂടി ഇവിടെ ആരെങ്കിലും ഞാൻ ചോദിച്ചു, ടോമിയോട് ചോദിച്ചു ആരെങ്കിലും നല്ലപോലെ പാട്ട് പാടുന്നതുണ്ടോ, വല്ലവരും ഉണ്ടോ, സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വെറ്റിറോയാണെന്നാണ് പറഞ്ഞത്. പ്രതിഷേധം കേരള കോൺഗ്രസ് അത് വർദ്ധിപ്പിച്ച പ്രതിഷേധം കേരള കോൺഗ്രസിനുണ്ട്. ഞാനൊരു ചാർട്ട്, 1 ഹെക്ടർ 2 ഹെക്ടർ ഇത്രയും വർഷം ഇതെല്ലാം തയ്യാറാക്കി അന്ന് തന്നെ ഞാൻ ബാലഗോപാലിനെ വിളിച്ചു പറഞ്ഞു, ഫിനാൻസ് മിനിസ്റ്റർ ഇത് നടക്കില്ല, നമുക്ക് ചെയ്ത് മാറ്റിയത്. നമ്മുടെ MLA-മാരുടെ യോഗം ഞാൻ മിനിങ്ങാന്ന് നമ്മുടെ മാരാമൺ കൺവെൻഷന് പോയിരുന്നു. ലാസ്റ്റ് ദിവസം 16-ാം തീയതി MLA-മാരെ മുഴുവൻ അങ്ങോട്ട് വിളിച്ചു. റോഷിയും ജയരാജും എല്ലാവരും ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു മാരാമണ്ണിന് വരുന്നതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു കൂട്ടി ചാർട്ട് ഔട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു, അസംബ്ലിയിൽ ഇത് വിഡ്രോ ചെയ്യേണ്ടതും അല്ലെങ്കിൽ കുറയ്ക്കേണ്ട ഉത്തരവാദിത്വം കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട്, അത് ഇടപെടണം എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും പ്രൈമറി ആയി അറിയിക്കുന്നു. നമ്മുടെ എയിം എന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ വിലയിരുത്തും. ഇന്ന് എല്ലാവർക്കും കേരള കോൺഗ്രസ് പാർട്ടിയെ വേണം, കോൺഗ്രസ് പാർട്ടിക്ക് വേണം, BJPക്ക് വേണം, CPM-ന് വേണം, അല്ലേ? അവർ CPM-ന് നമ്മളെ വിടാൻ കഴിയില്ല. കോൺഗ്രസ് പാർട്ടിക്ക് വേണം, നമ്മളെ സമീപിക്കുന്നുണ്ട്, BJP നമ്മളെ സമീപിക്കുന്നുണ്ട്, എല്ലാവരും ഭയങ്കര ഓഫറുകൾ തരുന്നുണ്ട്. പക്ഷെ ഞാൻ സൂചിപ്പിച്ചുള്ളൂ, നമുക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു. എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണമെന്ന് പറയുന്നത്? നമുക്ക് ബലമുണ്ട്, നമുക്ക് ശക്തിയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയല്ല. അല്ലെങ്കിൽ നമ്മളെ ആർക്ക് വേണം, ആർക്ക് വേണ്ട. പക്ഷേ യഥാർത്ഥ ശക്തി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിലയിരുത്തും. അതെല്ലാം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഓരോ വാർഡിലും ഉള്ള വോട്ടിൻ്റെ റേഷ്യോ അത് ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരെയും താഴെ ഇരിക്കുന്ന നേതാക്കന്മാരെയും ആശ്രയിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചിന്തിക്കുക, ഒറ്റയ്ക്ക് നമ്മൾ മുന്നിൽ സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ കഴിഞ്ഞ്. പ്രത്യേകിച്ച് മുതിർന്ന നമ്മുടെ
നേതാക്കന്മാരെ എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി. അത് സൂചിപ്പിച്ചത് അതെ, ജൂബിച്ച കയറി നീ ബിൻസും കയറി നീ. എലിക്കുളം പഞ്ചായത്തിന്റെ സത്യത്തിൽ എലിക്കുളം പഞ്ചായത്ത് ഒരു ബോർഡ് മെമ്പർമാരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ശക്തമായ വോട്ടാണ് അവിടെ ചെങ്ങളം ബാങ്ക് നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചത്. അതിന് നേതൃത്വം കൊടുത്ത് നമ്മുടെ മണ്ഡലം പ്രസിഡന്റ്, മുൻ മണ്ഡലം പ്രസിഡന്റ് ജോയിച്ചനാണ്. ജോയിച്ചനും ജോസിയും ബിൻസ് ജോസ് തുടങ്ങിയവരുമാണ്. ഞങ്ങൾ 3 പേരും കൂടിയാണ് നമ്മുടെ ബോർഡ് മെമ്പർമാര്. അവരെ പ്രത്യേകം അനുമോദിക്കുന്നു. അതുപോലെ നമ്മുടെ കൊക്കയാറ് മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോസ് ചേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൊക്കയാറ് മണ്ഡലം പ്രസിഡന്റ് ജോസ് ചേട്ടനെ അത് തന്നെ 13ാം വാർഡ് ജോസ് ചേട്ടന് നമ്മുടെ പ്രിയപ്പെട്ട ലോപ്പസ് സാറ് എല്ലാം വളരെ സമഗ്രവും സർഗാത്മകമായിട്ട് നടന്നു കഴിഞ്ഞു. ആത്യന്തികമായി ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം കഴിഞ്ഞ കാലങ്ങളിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, മാനസനോടൊപ്പമൊക്കെ പ്രവർത്തിച്ച നേതാക്കന്മാരെ നമ്മളൊന്ന് കാണുക, ആദരിക്കുക. പാർട്ടി ചെയർമാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് വരാൻ പറ്റുന്നവരെ ഇവിടെ വരുത്തി ആദരിക്കണം. അല്ലായിരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ നേതാക്കന്മാരും, മണ്ഡലം പ്രസിഡന്റും സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സാധനം ഉൾപ്പെടെ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ മറ്റ് ഭാരവാഹികളെല്ലാവരെയും പ്രത്യേകം നന്ദി പറയാൻ അവസരം വിനിയോഗിക്കുക. ചെയർമാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഗെയിമാണ് 140 അസംബ്ലി മെമ്പർമാർ 71 പേരുണ്ട് ഭരിക്കാം, 69 പേർ ഭരിക്കാൻ പറ്റിയല്ല. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് 1000 വർഷം സമരം ചെയ്താലും ആത്യന്തികമായി നമുക്ക് പവർ ഉണ്ടെങ്കിൽ ഭരിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ ജനങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ. ഈ കാലഘട്ടം വളരെ പ്രസക്തമാണ്. നമ്മൾ സമരമൊക്കെ വേണം, കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി സമരം വേണ്ടി വരും. പക്ഷേ ആത്യന്തികമായി സമൂഹത്തെ സഹായിക്കാൻ, വികസനം കൊണ്ടുവരാൻ, ഒരു സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തുവാൻ ഇവിടെ സൂചിപ്പിച്ചു. മാണുസാറ് ബഡ്ജറ്റ് ഏത് വകുപ്പിലെ കാര്യമാണ്, ബഡ്ജറ്റിലൂടെ അദ്ദേഹം വികസനം കൊണ്ടുവന്ന ആളാണ്. എലിക്കുളം മണ്ഡലം സമ്മേളനവും പ്രകടനവുമാണ് ഇവിടെ നടന്നത്. തീർച്ചയായിട്ടും മണ്ഡലം കമ്മിറ്റിയെയും പ്രത്യേകിച്ച് മണ്ഡലം പ്രസിഡന്റിനെയും ടീമിനെയും ഞാൻ അഭിനന്ദിക്കുക. പാലാ നിയോജക മണ്ഡലത്തില് ഈ മണ്ഡലം കൺവെൻഷനുമായി ബന്ധപ്പെട്ട് മണ്ഡലം നേതൃയോഗം ചേർന്നപ്പോൾ ഒന്നാമതായി ഈ മണ്ഡലം കൺവെൻഷൻ നടത്തുവാനും പ്രകടനത്തോടുകൂടി നടത്തുവാനും ധൈര്യം കാണിച്ചത് എലിക്കുളം മണ്ഡലം കമ്മിറ്റിയാണ്. പ്രിയപ്പെട്ട ടോമി ചേട്ടന് നമുക്ക് അറിയാം, വലിയ അസുഖബാധിതനായിരുന്നു. തിരിച്ചു വന്ന് മണ്ഡലം പ്രസിഡന്റായി നമുക്ക് ഇപ്പോൾ വീണ്ടും പാർട്ടിയെ അതിശക്തമായിട്ട് മുന്നോട്ട് നയിക്കുന്നു. പ്രിയപ്പെട്ട ടോമി ചേട്ടനെയും സാജൻ തുടങ്ങുകയും അടക്കമുള്ള നേതാക്കന്മാരെ ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കട്ടെ. നമ്മെ സംബന്ധിച്ച് പ്രിയപ്പെട്ട പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി സാർ ഇവിടെ വന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ നയപരിപാടികളും അതുപോലെ തന്നെ ബഹുമാന്യനായ KM മാണി സാറിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് 964 മുതൽ ഈ പാർട്ടിയെ കെട്ടിപ്പടുത്ത മുഴുവൻ നേതാക്കളെയും ഇവിടെ ആദരിക്കുകയുണ്ടായി. നമുക്കറിയാം, അവര് തുടങ്ങിവെച്ച ആ പാതയിൽ ഇവിടെ മാണി സാറിനോട് ചേർന്ന് പ്രവർത്തിച്ച ആളുകൾ, അവരുടെയൊക്കെ സന്തോഷം, അവരുടെയൊക്കെ മുഖത്ത് വന്ന ആ വലിയ ആനന്ദം, അത് നമ്മയൊക്കെ കോരിത്തരിപ്പിക്കുന്നതാണ്.